ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് വർഷ് ഓഫ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ പഠിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ എന്താണ് എനർജി എന്ന് അറിഞ്ഞിരിക്കണം. എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. അതായത് ഒരു വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ എബിലിറ്റിക്ക് പറയുന്ന പേരാണ് എനർജി എന്ന് പറയുന്നത്. എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി എന്തൊക്കെയെന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പലതരത്തിലുള്ള എനർജി എന്ന് പറയുന്നത് ഏതൊക്കെയെന്ന് വെച്ചാൽ കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, ലൈറ്റ് എനർജി, ന്യൂക്ലിയർ എനർജി, തെർമൽ എനർജി, ദെൻ റേഡിയൻ്റ് എനർജി, സൗണ്ട് എനർജി, ഇലാസ്റ്റിക് എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ എനർജി. ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജിയാണ് ഉള്ളത്. അതിൽ നമ്മൾ പഠിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഹീറ്റാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഹീറ്റ് എനർജിയെ പറ്റി. ഇനി ഹീറ്റും ടെമ്പറേച്ചറും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹീറ്റും ടെമ്പറേച്ചറും ഒന്നാണോ? അല്ല. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്. ഓക്കെ, അത് നമുക്ക് ബാക്കി പിന്നാലെ പഠിക്കാവുന്നതാണ്. ഹീറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ആൻഡ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് എ വർക്ക്. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഹീറ്റ് എനർജി ഉപയോഗിച്ച് നമുക്കൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എ ഹീറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ആൻഡ് കേപ്പബിൾ ഓഫ് ഡൂയിങ് എ വർക്ക്. ഓക്കെ, ഇനി നമുക്ക് ഹീറ്റും ലൈറ്റും എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എല്ലാവർക്കും അറിയാം. ഹീറ്റും ലൈറ്റും നമുക്ക് ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. അപ്പോൾ നാച്ചുറൽ സോഴ്സ് എന്ന് പറയുന്നത് സണ്ണാണ്. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് യൂണിറ്റ്സ് ആണ്. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ഹീറ്റാണ്. ഹീറ്റിന് മെയിനായിട്ട് 3 യൂണിറ്റുകളാണ് ഉള്ളത്. ഒന്നാമത് കലോറി, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് അഥവാ BTU എന്ന് പറയാം, BTU. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെൻറ്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് അഥവാ CHU. ഇങ്ങനെ 3 യൂണിറ്റാണ് ഹീറ്റ് മെഷർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് കലോറി. ഓക്കെ, കലോറി മീൻസ് ദ ക്വാണ്ടിറ്റി ഓഫ്, അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius. അതായത് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius. അതായത് 1 gram വാട്ടറിനെ 1 degree Celsius ആയിട്ട് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് കലോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കലോറിയുടെ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം: ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius. ഇത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ഡെഫിനിഷനും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius ഈസ് കോൾഡ് ഡാഷ്. കലോറി, BTU, CHU, ജൂൾ. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുക? കലോറി എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ദെൻ ഒരു കലോറി എന്ന് പറയുന്നത് 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ ആണ്. ഇതും എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രീൻ ഒരു ബോക്സ് വരച്ച് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, 1 കലോറി ഈസ് ഈക്വൽ ടു ഡാഷ് ജൂൾ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആൻസർ 4.2 ജൂൾ. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ ഓഫ് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് അഥവാ BTU എന്ന് പറയാം. BTU, ഞാൻ BTHU എന്ന് എഴുതിയിട്ടുണ്ട്, BTU എന്നും പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ദ ക്വാണ്ടിറ്റി ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയാവുന്നതാണ്, ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ 1 pound ഓഫ്, ഇവിടെ 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius എന്നാണ് കലോറിയിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് എഴുതുമ്പോഴത്തേക്ക് 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree Fahrenheit. 1 degree F എന്ന് വെച്ചാൽ Fahrenheit എന്നാണ് അർത്ഥം. അതായത് 1 pound ഓഫ് വാട്ടറിനെ 1 degree Fahrenheit ആയിട്ട് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് BTU അഥവാ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. ഓക്കെ, ഒരിക്കൽ കൂടെ ഞാൻ പറയാം. BTUവിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും: ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree Fahrenheit. ദെൻ 1 BTU എന്ന് വെച്ചാൽ 252 കലോറി ആയിരിക്കും. 1 BTU ഈസ് ഈക്വൽ ടു 252 കലോറി.
ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് ആണ്, അഥവാ അതിന് പറയുന്ന പേര് CHU എന്ന് പറയാം. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെഫിനിഷൻ പറയാം. അതായത് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ്, ദെൻ അടുത്ത് സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് പറയുമ്പോൾ 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius. ഓക്കെ, 1 pound ഓഫ് വാട്ടർ. പക്ഷെ BTU ആയിട്ടുള്ള വ്യത്യാസം, ഇത് 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree Fahrenheit ആണ് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിൽ. പക്ഷേ സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റിലാണെങ്കിൽ 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius ആയിരിക്കും. അപ്പോൾ CHUവിന്റെ ഡെഫിനിഷൻ പറയുന്നത് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius. Okay, then 1 CHU is equal to 453.6 calories and 1 CHU is equal to BTUവിന്റെ ടേംസിൽ പറഞ്ഞാൽ 1.8 BTU. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയെന്നാണ്. ഇത് പറയുന്നത് സാധാരണയായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന 3 മെത്തേഡ്സ് ആണുള്ളത്. 1 കണ്ടക്ഷൻ, 2 കൺവെക്ഷൻ ആൻഡ് 3 റേഡിയേഷൻ. ഈ 3 മെത്തേഡ് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്താണ് കണ്ടക്ഷൻ എന്ന് വെച്ചാൽ? കണ്ടക്ഷൻ എന്ന് വെച്ചാൽ ഹീറ്റ് ഫ്ലോസ് വൺ ഓബ്ജക്റ്റ് ടു അതർ. അതായത് സോളിഡ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് അയൺ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ പായസം ഉണ്ടാക്കുകയാണെന്ന് വെച്ചോളൂ. പായസം ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു എന്താണ് സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആ സ്പൂൺ നമ്മൾ അങ്ങനെ പെർമനൻ്റ് ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ അടുപ്പത്ത് തീ കത്തുമ്പോൾ ആ ഹീറ്റ് കുറച്ചു നേരം നമ്മൾ ആ സ്പൂണിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഹീറ്റ് എത്തുന്നു, നമ്മൾ കൈ പെട്ടെന്ന് പിൻവലിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ സോളിഡ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ലിക്വിഡ്സ്. ലിക്വിഡിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കാലത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കുകയാണെന്ന് വെച്ചോളൂ. കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളം ചൂടായോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ വെള്ളത്തിൽ തൊട്ട് നോക്കും. ഓക്കെ, തൊട്ട് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഹീറ്റ് നമുക്ക് അനുഭവപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ സിസ്റ്റമാണ് ഈ കൺവെക്ഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ റേഡിയേഷൻ. റേഡിയേഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എനി മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന്റെ സഹായമില്ലാതെ ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യനിൽ നിന്ന് ഹീറ്റും ലൈറ്റും എർത്തിലെത്തുന്നത് റേഡിയേഷൻ മുഖേനയാണ്. ഈ ക്വസ്റ്റ്യനും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ഹീറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എനി മെറ്റീരിയൽ, അല്ലെങ്കിൽ ദ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സൺ ഈസ് ത്രൂ ഡാഷ്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സൺ ഈസ് ത്രൂ ഡാഷ്. ആൻസറിൽ ഓപ്ഷൻസ് കാണും: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുക? റേഡിയേഷൻ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഒരിക്കൽ കൂടെ കൺക്ലൂഡ് ചെയ്യാം. സോളിഡിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് കണ്ടക്ഷൻ. ദെൻ ലിക്വിഡിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് കൺവെക്ഷൻ. CONVECTION. ഓക്കെ, കൺവെക്ഷൻ. ആൻഡ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഓഫ് വിത്തൗട്ട് എനി ഹെൽപ്പ് ഓഫ് മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെയും സഹായമില്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഹീറ്റും ടെമ്പറേച്ചറും ഒന്നാണെന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹീറ്റും ടെമ്പറേച്ചറും ഒന്നല്ല, പക്ഷെ 2ആണ്. ഇപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ടെമ്പറേച്ചർ അനുഭവപ്പെട്ടു, ഹീറ്റ് തോന്നി എന്നല്ല പറയുക, ടെമ്പറേച്ചർ അനുഭവപ്പെട്ടു. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സിസ്റ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് അവിടെ എന്താ ഉപയോഗിക്കുന്നത്? ഓക്കെ, പറയാമോ? അവിടെ ഉപയോഗിക്കുന്നതാണ് ഇൻസ്ട്രുമെൻ്റ് ആണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നത് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിന്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാം: ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു ബോഡിയിൽ അനുഭവപ്പെടുന്ന ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസിന്റെ അളവിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി ഈസ് കോൾഡ് ഡാഷ്. അത് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി ഈസ് കോൾഡ് ഡാഷ്.
ഹീറ്റ്, ടെമ്പറേച്ചർ, അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൂടെ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്തെഴുതും? ടെമ്പറേച്ചറാണ് കറക്റ്റ് ആൻസർ. ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ബൈ മീൻസ് ഓഫ് തെർമോമീറ്റർ. തെർമോമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഈ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രീസിലാണ് പറയുന്നത്, ഡിഗ്രി. ഓക്കെ. നെക്സ്റ്റ് ചോദിക്കുന്നത് ടെമ്പറേച്ചർ 0 ഡിഗ്രിക്ക് താഴെയുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മീറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന മീറ്റേഴ്സാണ്. 0 ഡിഗ്രിക്ക് താഴെയുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റർ എന്ന് പറയുന്നത് ഗ്യാസ് തെർമോമീറ്റർ ആണ്. ഓക്കെ. ദെൻ ബിറ്റ്വീൻ 75 ഡിഗ്രി സെൽഷ്യസിനും 714 ഡിഗ്രി സെൽഷ്യസിനും ബിറ്റ്വീൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആൽക്കഹോൾ തെർമോമീറ്റർ ആണ്. ഓക്കെ. നെക്സ്റ്റ് അപ് ടു 300 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് മെർക്കുറി തെർമോമീറ്റർ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എബവ് 300 ഡിഗ്രി സെൽഷ്യസ് ടു അപ് ടു 3000 ഡിഗ്രി സെൽഷ്യസ്, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റർ എന്ന് പറയുന്നത് പൈറോമീറ്റർ ആണ്. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ദ ടെമ്പറേച്ചർ എബവ് 300 ഡിഗ്രി ആൻഡ് 3000 ഡിഗ്രി ഈസ് മെഷേർഡ് ബൈ യൂസിങ് ഡാഷ് മീറ്റർ, പൈറോമീറ്റർ, ദെൻ ആൽക്കഹോൾ തെർമോമീറ്റർ, ദെൻ മെർക്കുറി തെർമോമീറ്റർ, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ആൻസർ ഏതായിരിക്കും എഴുതുക? പൈറോമീറ്റർ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഈ പഠിച്ച എല്ലാ കാര്യവും തന്നെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞു, ചിലർക്കെങ്കിലും ടെമ്പറേച്ചർ ഹീറ്റ് ഒന്നാണെന്നുള്ളൊരു ചിന്തയുണ്ടാകാം. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. ഹീറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഫോം ഓഫ് എനർജി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റ് എനർജി പോലെ, ഇലക്ട്രിക്കൽ എനർജി പോലെ, സൗണ്ട് എനർജി പോലെ ഒരു ഫോം ഓഫ് എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്, ചൂടിൻ്റെയോ തണുപ്പിൻ്റെയോ ആ ഡിഗ്രിക്ക്, അളവിന് പറയുന്ന പേരാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഹീറ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. ഹീറ്റ് മെഷർ ചെയ്യാനായിട്ട് ജൂൾ ഉപയോഗിക്കാം, കലോറീസ് ഉപയോഗിക്കാം, BTU ആൻഡ് CHU എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സെന്റിഗ്രേഡ്, ഫാരൻഹീറ്റ് അല്ലെങ്കിൽ കെൽവിൻ സ്കെയിൽ, കെൽവിൻ, ദെൻ അടുത്തത് റീമർ എന്ന് പറയാം, റീമർ. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഹീറ്റ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതെന്നാണ്. ഹീറ്റ്, ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കലോറി മീറ്റർ ആണ് ഉപയോഗിക്കുന്നത്, എന്നാൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് തെർമോമീറ്റർ ആണ്. ഓക്കെ. ഇത്രയും മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ആണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഈ സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ചാൽ? സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ചാൽ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്, ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ്. അതായത് 1 കിലോഗ്രാം മാസുള്ള സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട്, അതിൻ്റെ ടെമ്പറേച്ചറിനെ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഇത് ആവശ്യമായിട്ടുള്ള ഹീറ്റിൻ്റെ ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. നെക്സ്റ്റ് ഈ സ്പെസിഫിക് ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എസ് ആണ്. ദെൻ ഹീറ്റിന്റെ, ഈ സ്പെസിഫിക് ഹീറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഞാൻ പറയുന്നത് കുറച്ച് സബ്സ്റ്റൻസുകളും അതിന്റെ സ്പെസിഫിക് ഹീറ്റും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് 1 ആണ്. കോപ്പറിന്റെ സ്പെസിഫിക് ഹീറ്റ് 0.1 ആയിരിക്കും. ദെൻ അയണിന്റെ സ്പെസിഫിക് ഹീറ്റ് 0.12 ആണ്. ദെൻ അലൂമിനിയത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് 0.22 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് ഡാഷ് 1, 1.5, 0.12, 0.22 എന്നിങ്ങനെ ചോദിക്കും. നിങ്ങൾ എന്താ ആൻസർ എഴുതുക? 1 എന്നാണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹീറ്റ് ലോസ്റ്റ് ഓർ ഹീറ്റ് ഗെയിൻ ആണ്. ഹീറ്റ് ലോസ്റ്റ് ഓർ ഹീറ്റ് ഗെയിൻ എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ സപ്പോസ് ഒരു മെറ്റീരിയലിനെ, അയൺ ആണെന്ന് വെച്ചോ, അപ്പോൾ ആ മെറ്റീരിയലിനെ ഞാൻ ചൂടാക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു മെറ്റലിനെ നമ്മൾ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? അതിന് ചൂട് സ്വാഭാവികമായിട്ടും ലഭിക്കുന്നു. അങ്ങനെ അതിന് ലഭിക്കുന്ന ഹീറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ ഹീറ്റ് ലഭിക്കുന്നതിനെയാണ് നമ്മൾ ഹീറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ മെറ്റീരിയലിനെ തന്നെ കുറച്ച് നേരം തണുക്കാനായിട്ട് അനുവദിക്കുന്നു. അങ്ങനെ തണുക്കാനായിട്ട് അനുവദിച്ചാൽ അതിൽ നിന്ന് ഹീറ്റ് ലോസ്റ്റ് ആയി പോകുന്നു. അതിനെയാണ് നമ്മൾ ഹീറ്റ് ലോസ്റ്റ് എന്ന് പറയുന്നത്.
സോ ഈ ഹീറ്റ് ലോസിനെയും ഹീറ്റ് ഗെയിനിനെയും എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് അടുത്ത് ഞാൻ പറയുന്നത്. അത് CGS സിസ്റ്റത്തിലാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. ദെൻ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് m കിലോഗ്രാം ആണെന്നിരിക്കട്ടെ. ദെൻ സ്പെസിഫിക് ഹീറ്റ് ഈസ് ഈക്വൽ ടു S ആണ്. ആൻഡ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് T°C ആണെന്ന് ഇരിക്കട്ടെ. ദെൻ എങ്ങനെയാണ് ഹീറ്റ് ലോസ്റ്റ് ഹീറ്റ് ഗെയിനും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹീറ്റ് ലോസ്റ്റ് ഓർ ഹീറ്റ് ഗെയിനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് Q എന്ന് പറയുന്നത്. സോ Q ഈസ് ഈക്വൽ ടു MST കലോറി ആയിരിക്കും. ഓക്കെ, ഹീറ്റ് ലോസ്റ്റ് ഓർ ഹീറ്റ് ഗെയിൻ എന്ന് പറയുന്നത് MST കലോറി. അതായത് M എന്ന് വെച്ചാൽ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്, S എന്ന് വെച്ചാൽ സ്പെസിഫിക് ഹീറ്റ്, ആൻഡ് T എന്ന് വെച്ചാൽ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അത്രയും കലോറീസ് ആയിരിക്കും. ദെൻ SI സിസ്റ്റത്തിൽ ഈ ഹീറ്റ് ലോസ്റ്റ് ഹീറ്റ് ഗെയിനും കാൽക്കുലേറ്റ് ചെയ്യുന്നത് MCT കിലോ ജൂൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ. ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വാട്ടർ ബോയിൽസ്. വെള്ളം തിളയ്ക്കുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ആ വെള്ളം ഏതൊരു ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണോ തിളയ്ക്കുന്നത്, ബോയിൽ ചെയ്യുന്നത്, ആ ടെമ്പറേച്ചറിന് നമ്മൾ പറയുന്നതാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയായിരിക്കും? അതെല്ലാവർക്കും അറിയായിരിക്കും. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, വെള്ളം തിളയ്ക്കുന്ന തിളനില എത്രയായിരിക്കും? 100°C ആയിരിക്കും. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരു വാക്ക് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് മെൽസ് ഇൻ ടു ലിക്വിഡ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഐസ് ഉരുകി വെള്ളമായിട്ട് മാറാനായിട്ട് എടുക്കുന്ന ആ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് മെൽറ്റിംഗ് പോയിന്റ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് മെൽറ്റ് ഇൻ ടു ലിക്വിഡ്. ആ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 0°C ആയിരിക്കും. ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്ര °C? 100°C ആണ്. എന്നാൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് 0°C ആയിരിക്കും. ഓക്കെ, ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായോ? നമ്മളിന്ന് പഠിച്ചത് ഹീറ്റ് പഠിച്ചു, ദെൻ ഹീറ്റിന്റെ യൂണിറ്റ്സ് പഠിച്ചു, ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് പഠിച്ചു, നെക്സ്റ്റ് എന്താണ് ടെമ്പറേച്ചർ എന്ന് പഠിച്ചു, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ പഠിച്ചു, ദെൻ അടുത്തത് ഹീറ്റ് ലോസ്റ്റ് ഓർ ഹീറ്റ് ഗെയിൻ പഠിച്ചു, ദെൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.